ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ബാലൻസ് ആയിട്ട് കുറച്ചുണ്ട് അല്ലെ, പഠന പ്രവർത്തനങ്ങളിൽ നമുക്കത് ചെയ്യാം അല്ലെ. ഇത് കഴിഞ്ഞ് നിങ്ങളെ വായിപ്പിക്കാനുണ്ട്. അപ്പോ എട്ടാമത്തതാണ് ഇപ്പൊ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. എന്താണ്? ഒറ്റപ്പദം എഴുതാം. ശ്രദ്ധിക്കണം എല്ലാവരും. പേജ് നമ്പർ 38. ഒറ്റപ്പദം എഴുതാം. പൂക്കളിലെ തേൻ. പൂക്കളിലെ തേൻ എന്താണ് ഒറ്റപ്പദം? എന്താണ് അന്ന? പൂക്കളിലെ തേൻ പൂന്തേൻ. പൂന്തേൻ. ഓക്കെ, എഴുതിക്കോ. പൂന്തേ എഴുതരണോ? അത് പൂന്തേ എഴുതാൻ അറിയാലോ. പൂന്തേ എന്താ വരണേ? ഏ ചിന്നോട്ട് എന്താ. ആൻഡ്രോസ് എന്താ മോളെ? എന്താണ് ആൻഡ്രോസ്? അൺമ്യൂട്ട് ചെയ്തോ. എഴുതിയോ? എഴുതി അല്ലേ? ഗുഡ്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് എന്താണ്? ചെറിയ പയ്യൻ. ചെറിയ പയ്യൻ എന്താണ്? എന്താ സൂര്യദേവേ? ചെറിയ പയ്യൻ. ഓക്കെ, ചെറു പയ്യൻ അല്ലേ? എഴുതിക്കോ. രണ്ടും കംപ്ലീറ്റ് ചെയ്യണം, തെറ്റിക്കാതെ എഴുതണം. ആഷിൻ കംപ്ലീറ്റ് ചെയ്തോ മോനെ? ഓ, നെക്സ്റ്റ് എന്താണ്? മാറ്റി പാടാറുണ്ട് അല്ലെ. എന്താണ്? കളിയാടാൻ വരുമോ നീ പൈങ്കിളിയെ പൈങ്കിളിയെ. ആശയം മാറിപ്പോകാതെ വരികൾ മാറിപ്പാടാം. എങ്ങനെയാ മാറ്റിപ്പാടാൻ പറ്റുക? പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിടാൻ വരുമോ നീ അല്ലെ. ഓക്കെ. അപ്പൊ ആശയം മാറാതെ നിങ്ങൾക്കറിയാലോ ഇത്. നെക്സ്റ്റ് ചോദ്യോത്തര പയറ്റി നടത്താന്നുള്ളത്. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നേ, ആൻസർ നിങ്ങൾ പറയണം. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. അപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ആരാ വായിക്കുന്നതിന്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആഗ്നസ് ഒന്ന് വായിച്ചേ മോളെ. ഓക്കെ, ആഗ്നസ് ഒന്ന് വായിച്ചേ. കൂട്ടിന് പോരാൻ ആരെല്ലാമാണ് കളിക്കൂട്ടി വിളിക്കുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? കൂട്ടിന് പോരാൻ ആരെയെല്ലാമാണ് കളിക്കൂട്ടി വിളിക്കുന്നത്? ആരെയെല്ലാമാണ് കളിക്കൂട്ടി വിളിക്കുന്നത് കൂട്ടിന് പോരാൻ? ആരെയാണ് ആഷിനെ? ആരെയൊക്കെയാണ് വിളിക്കുന്നത് കൂട്ടിന് പോകാൻ? നമ്മൾ ഈ കവിതയില് കളിക്കുട്ടി ആരെയൊക്കെയാണ് കൂട്ടിന് പോകാൻ വിളിക്കുന്നത്? പൈങ്കിളിയെയും മണ്ടത്താനെയും ചെറുനായെയും. ഓക്കെ, ആരെയൊക്കെയാ? പൈങ്കിളിയെയും വണ്ടത്താനെയും ചെറുനായെയുമാണ് കൂട്ടിന് പോരാൻ കളിക്കുട്ടി വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാ മക്കൾക്കും? കുറച്ചു പേരല്ലേ തമ്പ് കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയില്ലേ പാഠം? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നായ്ക്കുട്ടിക്ക് കളിക്കാൻ നേരമില്ലാത്തത് എന്തുകൊണ്ട്? നായ്ക്കുട്ടിക്ക് കളിക്കാൻ നേരമില്ലാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ കൃപാമേരി? എന്തുകൊണ്ടാ നായ്ക്കുട്ടിക്ക് കളിക്കാൻ നേരമില്ലാത്തത്? ഓക്കെ, അപ്പൊ യജമാനന്റെ എന്താണ്? വാതില് കാക്കാൻ പോകണം അല്ലെ. അതുകൊണ്ടാണ് നായ്ക്കുട്ടിക്ക് നേരമില്ലാത്തത് കളിക്കാൻ. നെക്സ്റ്റ്, കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? എങ്ങനെയാ ദേവാഞ്ജന കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ഓൾ ഓഫ് യു ലിസൺ ഹിയർ. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആൻസർ പറയുന്നതും
ഇത് മിസ് ഈ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പം എഴുതാൻ പറ്റും. ഓക്കെ, പറഞ്ഞോ. ചുള്ളികളാൽ കൂടുണ്ടാക്കുന്നു അല്ലേ? ഓക്കെ, പൈങ്കിളി ചുള്ളികളാൽ കൂടുണ്ടാക്കുന്നു. വണ്ടത്താന് സമയമില്ലെന്ന് പറയാൻ കാരണമെന്ത്? എന്താ അബ്ദുൽ ബാസിത്തെ വണ്ടത്താന് സമയമില്ലാത്തത് കളിക്കാൻ പോകാൻ? പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു. പൂക്കളിലെ തേൻ നുകരാൻ പോകേണ്ടത് കൊണ്ട് കളിക്കാൻ സമയമില്ല അല്ലെ വണ്ടത്താന്. നെക്സ്റ്റ് എന്താണ്? പയ്യൻ കളരിയിൽ പോയത് എപ്പോൾ? പയ്യൻ എപ്പോഴാണ് കളരിയിൽ പോയത് ഷെഫി? എപ്പോഴാണ് പയ്യൻ കളരിയിൽ പോയി തുടങ്ങിയത്? എന്തുകൊണ്ടാണ് പോയി തുടങ്ങിയത്? കളിയാതെ വേലക്കായി എല്ലാരും പോയപ്പോൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും, അതായത് ആർക്കൊക്കെ? പൈങ്കിളിക്കും വണ്ടത്താനെയും ചെറുനായക്കും ഒക്കെ അവരവരുടെ ജോലി വ്യാപൃതരായ സമയത്താണ് കളിക്കുട്ടിക്ക് എന്ത് തോന്നിയത്? എനിക്ക് സ്കൂളിൽ പോകണം എന്ന് തോന്നിയത് അല്ലെ? പാഠശാലയിലേക്ക് പോകണമെന്ന് തോന്നിയത്. ഓക്കെ, അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? മടി പിടിച്ചിരിക്കാതെ എല്ലാരും കൃത്യമായി സ്കൂളിലത്തെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? നെക്സ്റ്റ്, ചെറുപയ്യൻ നാണിച്ചു പോയി. കാരണം പറയുക. ചെറുപയ്യൻ എന്തുകൊണ്ടാണ് നാണിച്ചു പോയിനെ? എന്തുകൊണ്ടാ എബിൻ? എബിൻ ബിജു, പ്ലീസ് ലിസൺ ഹിയർ. കളിയാതെ വിലക്കെല്ലാം പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കരളിലും. ഓക്കെ, കളിക്കാതെ എല്ലാവരും അവരവരെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആർക്ക് നാണായി? കളിക്കുട്ടിക്ക് നാണം തോന്നി അല്ലെ? അതുകൊണ്ട് അവനും പാഠശാലയിൽ പോയി തുടങ്ങി. ഓക്കെ, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. ഓക്കെ, നെക്സ്റ്റ്, ഈണത്തിൽ താളത്തിൽ ചൊല്ലി രസിക്കാം എന്നാണ്. എന്താണ്? പാടി നോക്കിയേ, മിസ്സിന്റെ കൂടെ പാടിക്കോ കേട്ടോ. കരിവണ്ടേ കരിവണ്ടേ കനിവില്ലാത്തോൻ നീ പണ്ടേ അരിമുല്ലപ്പൂവല്ലേ വീട്ടിയതെന്തിനു നീ ചൊല്ല്. അല്ലേ? എന്താണ്? പാടി നോക്കിയേ. കരിവണ്ടേ. എന്താ ഷെഫി? ഷെഫിക്ക് എന്താ ഡൗട്ട് ഷെഫി? മിസ്സെ വായിപ്പിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. ഇപ്പൊ വായിപ്പിക്കും. ഇത് കഴിഞ്ഞാല് നമുക്ക് സമയമുണ്ട്. അപ്പൊ കരിവണ്ടേ കരിവണ്ടേ കനിവില്ലാത്തോൻ നീ പണ്ടേ അരിമുല്ലപ്പൂവല്ലേ വീട്ടിയതെന്തിനു നീ ചൊല്ല്. അല്ലെ? കരിവണ്ടോട് ചോദിക്കുകയാണ്. കരിവണ്ടേ കരിവണ്ടേ കനിവില്ലാത്തോൻ നീ പണ്ടേ. കനിവില്ലാത്തവനാണ് നീ പണ്ടേ എന്നാ പറയുന്നത്. പണ്ടേ നീ കനിവില്ലാത്തവനാണ് അല്ലെ? അരിമുല്ലപ്പൂവല്ലേ വീട്ടിയതെന്തിന് നീ ചൊല്ലി എന്ന് പറയുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കളിക്കുട്ടിയുടെ ഈണത്തിൽ ഈ കവിത ചൊല്ലി രസിക്കാം. ഇതേ ഈണത്തിലുള്ള മറ്റു കവിതകൾ ശേഖരിക്കാം. അല്ലേ സേറ? വൈ ആർ യു ലേറ്റ്? എന്താ സേറ ലേറ്റ് ആയത്? കേൾക്കുന്നില്ലേ സേറയ്ക്ക്? ഓക്കെ, അപ്പൊ ഇന്ന് ഈ പാഠം ചൊല്ലാത്തവരൊന്ന് ആദ്യം ആരാ? ഷെഫി. ഓക്കെ, അന്ന് പാടാത്ത കുട്ടികൾക്ക് അവസരം. പഠിക്കാം. പാഠം 9 കളിക്കുട്ടി. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു. വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു. ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു. കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപ്പയ്യൻ പോയല്ലോ കളരിയിലും. നെക്സ്റ്റ് ആരാ? ആരാ ചൊല്ലുന്നേ? ആൻഡ്രോസ്. ആൻഡ്രോസ്, പ്ലീസ് അൺമ്യൂട്ട്. പാഠം 9 കളിക്കുട്ടി.
പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലേ തേൻ നുകരാൻ പോകുന്നു ചെറുനായേ ചെറുനായേ കളിയാടിടാൻ വരുമോ നീ പാടില്ല യജമാനന്റെ കാക്കാൻ പോകുന്ന കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോ കളരിയിലും നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ഓക്കെ സേറ, കളരിയിലും സേറ പ്ലീസ് അൺമ്യൂട്ട്. സേറ സ്റ്റക്കായ. സേബ, സേബ ചൊല്ലിയേ. പാഠം 9 കളിക്കുട്ടി പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതില് കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോ നാണിച്ച് ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ഓക്കെ നെക്സ്റ്റ് സേറ, ക്ലിയർ ആയില്ലേ? പഠിക്കും. ചെറുകിളിയേ 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 പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളായി കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടച്ചാനെ വണ്ടച്ചാനെ കളിയാടാൻ വരുമോ നീ പൂങ്കളിലെ തേൻ പോകുന്നു ചെറുനായേ 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 കളിയാടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വീടും വാതിലു കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ക്രിസ്റ്റീസിന്റോ? പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടാൻ വരുമോ നീ പാടില്ല ചുള്ളികളെ കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടാടി വരുമോ നീ പാടില്ല യജമാന്റെ വാതില് കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. Next, Ebin Biju. പാഠം 9 കളിക്കുട്ടി പെങ്കിളിയെ പെങ്കിളിയെ കളിയാടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിടാൻ വരുമോ നീ പാടില്ല യജമാനന്റെ വാതിലു കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. പാഠം 9 കളിക്കുട്ടി പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതില് കാക്കാൻ പോകുന്നു
കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ഓക്കെ. ഫാത്തിമ, മെഹഫൂസ. കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളെ കൂട്ടിച്ചമയ്ക്കാൻ പോകുന്നു പണ്ടത്താനെ പണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാനെ പാടിൽ കാക്കാൻ പോകുന്നു കളിയാതെ വേലക്കായി എല്ലാരും പോയി കാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിൽ. അബ്ദുൽ ബാസിത്ത്. പാഠം 9 കളിക്കൂട്ടി. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടി ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു കളിയാതെ വേലക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. നെക്സ്റ്റ് ആഷിൻ. ആഷിൻ. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടി ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തെന്നുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വേലക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുവയ്യൻ പോയല്ലോ കളരിയിലും. നെക്സ്റ്റ് ആഗ്രസിനോട് പറഞ്ഞോ കൃപാമേരി. പാഠം 9 കളിക്കുട്ടി. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ക്രിസ്റ്റി നേരെ ഇരുന്നേ മോനെ. ഷംവീൽ. മുഹമ്മദ് ഷംവീൽ പാടിയേ. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടാൻ വരുമോ നീ പാടില്ല ചുള്ളികളായി കൂടു ചമക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു കളിയാതെ വേലക്കായി എല്ലാവരും പോയപ്പോൾ പോയല്ലോ കളരിയിലും. ഓക്കെ. ശ്രീദേവ് കൃഷ്ണ. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത്? നിഹാൽ. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു
ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു. കളിയാതെ വേലക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളിയിലും. ഓക്കെ, നെക്സ്റ്റ് സൂര്യദേവ്. പൈങ്കിളിയെ ചമയ്ക്കാൻ പോകുന്നു. നെക്സ്റ്റ് കേൾക്കുന്നില്ല മോനെ? വായിച്ചോ. പാടില്ല യജമാന്റെ വാതിൽ കാക്കാൻ പോകുന്നു. കളിയാതെ വേലക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ കടലിലും. നെക്സ്റ്റ് ആഗ്നസ് പാടിയോ മോളെ? പാടിയോ? കഴിഞ്ഞ ക്ലാസ് പാടിയല്ലേ? ദേവാഞ്ജന കഴിഞ്ഞ ക്ലാസ് പാടിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് എല്ലാരും കഴിഞ്ഞു അല്ലേ അന്നേരം? അപ്പോ നമുക്ക് ഇനി അടുത്ത ദിവസം എന്താ പഠിക്കാനുള്ളത്? അപ്പൊ ഇതുവരെയുള്ള കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്ത് തരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠം 10 എന്താണ് പേര്? ജരിതയും മക്കളും അല്ലേ? ജരിതയും മക്കളും. ആ പാഠാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ അതിലെന്താണ് പറയുന്നത് നിങ്ങൾ നോക്കിയോ? നമുക്കൊന്ന് വായിക്കാൻ നേരമുണ്ട് അല്ലെ? സമയമുണ്ട് അല്ലെ? ശ്രദ്ധിക്കുക. All of you listen here. Page number 39. Okay. ജരിതയും മക്കളും. യമുന നദിയുടെ തീരത്ത് ഖാണ്ഡവം എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു. വനത്തിൽ ഒരു മരത്തിൽ മന്ദബാലൻ എന്നൊരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും കൂട് കെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറകുമുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി ഖാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിന് തീ കൊളുത്തി. കാട്ടിലാകെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാടിന് തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ട് കരഞ്ഞു. മക്കളെ, ഈ രീതിയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ട. എലിയുടെ കടിയേറ്റ് മരിക്കുന്നതിലും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ലില്ല, എന്റെ പൊന്നു മക്കളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല, ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. അരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടർന്നെത്തുന്ന തീ കണ്ട് ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയവുണ്ടാകണേ, ഞങ്ങൾ നിരപരാധികളാണേ, പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കൂടിരുന്ന മരത്തിനും ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജരിത തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലെന്നത് കണ്ട് ജരിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മേ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദപാലനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. അല്ലെ? അതാണ് നമ്മുടെ കഥ, ജരിതയും മക്കളും.
അഗ്നിദേവൻ വന്ന് അവരെ സാഹസികമായി രക്ഷപ്പെടുത്തി അല്ലേ? അഗ്നി പടരാതെ അഗ്നിദേവൻ രക്ഷിച്ചു, അവരെ സംരക്ഷിച്ചു അല്ലെ കുഞ്ഞുങ്ങളെ? അതാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് അല്ലെ? എന്താ പറഞ്ഞിനെ? ഖാണ്ഡവം എന്നൊരു വനമുണ്ട് യമുനാ തീരത്ത് അല്ലെ? എന്താ പറഞ്ഞേ? വനത്തില് ആരൊക്കെ താമസിച്ചിരുന്നു? ഒരു മരത്തിൽ മന്ദബാലൻ എന്നൊരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും കൂട് കെട്ടി താമസിച്ചിരുന്നു. ആ കിളികൾക്ക് ചിറകുമുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ മന്ദബാലൻ എന്നൊരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും യമുനാ നദീതീരത്ത് ഖാണ്ഡവം എന്ന മഹാവനത്തില് കൂട് കെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറകുമുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, 4 മക്കളും ഉണ്ടായിരുന്നു അല്ലെ? കുഞ്ഞു മക്കള് ഉണ്ടായിരുന്നു. എന്താ ആൻഡ്രോസേ? ആൻഡ്രോസ് വായിച്ചില്ലേ? ടീച്ചർ 10:45 ക്ലാസ് ഒഴിവാക്കിയോ? ഓ 10:45 ക്ലാസ് ഉണ്ടാവോ? 10:45 ക്ലാസ് ഉണ്ട്. മീറ്റിംഗ് ഉള്ളതുകൊണ്ട് PTA മീറ്റിംഗ് ഉണ്ട്. ഓക്കെ ക്ലാസ് കട്ടാക്കല്ലേ കേട്ടോ? എല്ലാരും കയറണേ, മീറ്റിംഗിൽ എല്ലാരും കയറണം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അത്രയേ ഉള്ളൂ, 6 മിനിറ്റേ ഉള്ളൂ. ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം കേട്ടോ. ബൈ, സീ യു.